നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള തിളക്കമാർന്ന വിജയത്തിനു പിന്നാലെ ഇക്കുറിയും ഏറെ പ്രതീക്ഷയോടെ മൂവാറ്റുപുഴ കാത്തിരുന്ന മന്ത്രി പദവി നഷ്ടമായി. ചരിത്ര ഭൂരിപക്ഷത്തോടെ മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് ഇത്തവണയെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ജനങ്ങളും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള തിളക്കമാർന്ന വിജയത്തിനു പിന്നാലെ ഇക്കുറിയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മന്ത്രി പദവി മൂവാറ്റുപുഴയ്ക്ക് നഷ്ടമായി. ചരിത്ര ഭൂരിപക്ഷത്തോടെ മാത്യു കുഴൽനാടൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് ഇത്തവണയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ജനങ്ങളും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും. എന്നാൽ പുതിയ മന്ത്രിസഭയുടെ അന്തിമ പട്ടിക പുറത്തു വന്നതോടെ മൂവാറ്റുപുഴ വീണ്ടും പട്ടികയ്ക്ക് പുറത്തായി. മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുമായി ദിവസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്തെത്തി തമ്പടിച്ച പ്രാദേശിക നേതാക്കളും അണികളും കടുത്ത നിരാശയോടെയാണ് മടങ്ങിയത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ചുരുങ്ങിയ കാലയളവിൽ KM ജോർജ് മന്ത്രിയായതൊഴിച്ചാൽ മൂവാറ്റുപുഴ മണ്ഡലത്തിന് അർഹമായ മന്ത്രി പദവികളൊന്നും ഒരു കാലത്തും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു മന്ത്രി പോലും ഉണ്ടാകാതിരുന്നത് മണ്ഡലത്തിന്റെ വികസനത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയുടെ അയൽ മണ്ഡലങ്ങളായ പിറവം, കുന്നത്തുനാട്, കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വിവിധ കാലഘട്ടങ്ങളിലായി പ്രമുഖരായ മന്ത്രിമാരുണ്ടാകുകയും ആ പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ഭരണം നിയന്ത്രിക്കാൻ മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയില്ലാതെ പോയത് മൂവാറ്റുപുഴയെ അയൽ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വികസന കാര്യങ്ങളിൽ പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളിവിട്ടുവെന്നാണ് ആക്ഷേപം. പതിറ്റാണ്ടുകളായി മൂവാറ്റുപുഴ മണ്ഡലം ഉറ്റുനോക്കുന്ന പല വൻകിട വികസന പദ്ധതികളും ഇപ്പോഴും ഫയലുകളിൽ ഒതുങ്ങുകയോ ഇഴഞ്ഞു നീങ്ങുകയോ ആണ്. മണ്ഡലത്തിന് സ്വന്തമായി ഒരു മന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വേഗത്തിലാക്കാമായിരുന്ന പദ്ധതികളെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. നഗരത്തിലെ കടുത്ത ഗതാഗതക്കുരുക്കിന് പരിഹാരമാകേണ്ട ബൈപ്പാസ് നിർമ്മാണം ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ വിപണിയായ വാഴക്കുളമടക്കമുള്ള മേഖലകളുടെ വികസനവും പ്രോസസ്സിംഗ് പ്ലാന്റുകളുടെ നവീകരണവും വഴിമുട്ടി നിൽക്കുന്നു. മൂവാറ്റുപുഴയുടെ യാത്ര വ്യാപാര മേഖലയ്ക്ക് ഉണർവാകേണ്ട ശബരി റെയിൽ പദ്ധതിക്ക് വേഗത കൂട്ടാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ജനങ്ങളുടെ ദശകങ്ങൾ പഴക്കമുള്ള ആവശ്യത്തിന്മേൽ ഭരണതലത്തിൽ യാതൊരു അനക്കവുമില്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനവും അടിസ്ഥാന സൗകര്യ വർധനവും ഇപ്പോഴും മന്ദഗതിയിലാണ്. സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രിയുണ്ടായാൽ ഈ പദ്ധതികൾക്കെല്ലാം പ്രത്യേക ഫണ്ടും ഭരണാനുമതിയും വേഗത്തിൽ നേടിയെടുക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോഴും മൂവാറ്റുപുഴയുടെ വികസന സ്വപ്നങ്ങൾ ജനപ്രതിനിധിയുടെ വ്യക്തിപരമായ ഇടപെടലുകളിൽ മാത്രം ഒതുങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് മലയോര മേഖല. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.